Okay, dear students, ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 9th ചാപ്റ്റർ ആയ സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജ് എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജ്, അതെങ്ങനെ യൂസ് ചെയ്യും, അത് യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഐ എം സന്തോഷ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, ദെൻ വാച്ച് ദി വീഡിയോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജ് എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ലാംഗ്വേജ് ഡിസൈൻ ഫോർ മാനേജിങ് RDBMS. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ DBMS അതുപോലെ RDBMS കുറിച്ച് പഠിച്ചതാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ആ DBMSനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും. ഓക്കെ, ആ DBMSനെ മാനേജ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. ആ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ആണ് സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ആ DBMSനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിരുന്ന സ്പെഷ്യൽ ലാംഗ്വേജ് ആണ് എന്ത്, സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജ്. ഓക്കെ, ദി SQL provides an easy and efficient way to interact with the relational database. Relational database-നെ interact ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈസി ആൻഡ് എഫിഷ്യന്റ് വേ ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, SQL സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ആൾസോ ഫോളോ ദി ANSI ആൻഡ് ISO സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. ഓക്കെ, ഈ ഒരു ലാംഗ്വേജ് എന്താ ഫോളോ ചെയ്യുന്നത്, ISO അല്ലെങ്കിൽ ANSI എന്ന സ്ട്രക്ചറിനെയാണ് ആര് ഫോളോ ചെയ്യുന്നത്, ഈ ഒരു സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്വയറി എന്താണെന്ന് നമുക്കറിയണം. എന്താ ക്വയറി? A query is a request against database. ഡാറ്റാബേസിന് അഗെയിൻസ്റ്റ് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ്, അതാണ് എന്ത്, ക്വയറി. വൺസ് അഗെയിൻ എ ക്വയറി ഈസ് എ റിക്വസ്റ്റ് അഗെയിൻസ്റ്റ് ദി ഡാറ്റാബേസ്. ഡാറ്റാബേസിന് അഗെയിൻസ്റ്റ് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിന് പറയുന്ന പേരാണ് ക്വയറി എന്ന്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് SQL ആണ്. SQL സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് എൻ RDBMS ലാംഗ്വേജ്. ഇതൊരു RDBMS ലാംഗ്വേജ് ആണ്. നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് C++. സിനെ പോലെയോ അല്ലെങ്കിൽ C++നെ പോലെയോ ഉള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല എന്ത്, SQL. ഓക്കെ, ഇറ്റ് ഓൺലി സപ്പോർട്ട്സ് ഓൺ RDBMS. RDBMSനെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, ഇറ്റ്സ് എ സിമ്പിൾ ആൻഡ് ഫ്ലെക്സിബിൾ. അത് പഠിച്ചെടുക്കാനും അതുപോലെ ഫ്ലെക്സിബിളും ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് സം കമാൻഡ്സ്. ഇതിനകത്ത് ധാരാളം കമാൻഡുകളുണ്ട്. ഓരോ ഓപ്പറേഷന് വേണ്ടി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് SQL ലാംഗ്വേജ്. ഓക്കെ, ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു ആഡ് ഓർ റിമൂവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സസ് പെർമിഷൻസ്. അതായത് ഡാറ്റാബേസിന് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ പ്രൊവൈഡ് ചെയ്യാനും ആവശ്യമില്ലാത്ത ടൈമിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ആര് തരുന്നുണ്ട്, SQL തരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ദി കൺസെപ്റ്റ് ഓഫ് വ്യൂസ്. വ്യൂ എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ആര് തരുന്നുണ്ട്, SQL തരുന്നുണ്ട്. വ്യൂവിനെ കുറിച്ച് നമ്മൾ പിന്നെ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാം, നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെയിൻ പോയിന്റ് കോമ്പണൻസ് ഓഫ് SQL ആണ്. SQLന്റെ മെയിൻ കോമ്പണൻസ് എന്തൊക്കെയെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ദി SQL കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് കമാൻഡ്സ് ഫോർ ഡിഫറെന്റ് ഓപ്പറേഷൻസ്. SQL എന്തുണ്ടായിരിക്കും, ധാരാളം കമാൻഡ്സ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷന് വേണ്ടി. ഓക്കെ, ദീസ് കമാൻഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് കാറ്റഗറീസ്. ഇത്രയും കമാൻഡ്സ് നമുക്ക് ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് കോമ്പണൻസ് ഓഫ് SQL. ഓക്കെ, എന്തൊക്കെയാണ് കോമ്പണൻസ് ഓഫ് SQL നോക്കാം. ഫസ്റ്റ്, DDL ഡാറ്റാ ഡെഫിനിഷൻ ലാംഗ്വേജ്. വൺസ് അഗെയിൻ ഡാറ്റാ ഡെഫിനിഷൻ ലാംഗ്വേജ്. നെക്സ്റ്റ് വൺ, DML ഡാറ്റാ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. നെക്സ്റ്റ് വൺ, DCL ഡാറ്റാ കൺട്രോൾ ലാംഗ്വേജ്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത് കോമ്പണൻസ് ഓഫ് SQL. ഓക്കെ, വൺസ് അഗെയിൻ DDL ഡാറ്റാ ഡെഫിനിഷൻ ലാംഗ്വേജ്, DML ഡാറ്റാ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DCL ഡാറ്റാ കൺട്രോൾ ലാംഗ്വേജ്. ഓക്കെ, ഈ ഇത്രയും ലാംഗ്വേജിൽ DDL, DML, DSL ഇതൊക്കെ ധാരാളം കമാൻഡ്സ് ആണ് വരുന്നത്. ഓരോ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമാൻഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓരോ ലാംഗ്വേജസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വൺ ബൈ വൺ ആയി നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്താണ് DDL ഡാറ്റാ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് സം കമാൻഡ്സ് ടു ഡീൽ വിത്ത് ദി സ്കീമ ഓർ സ്ട്രക്ചർ ഡെഫിനിഷൻ ഓഫ് ദി RDBMS. ഓക്കെ,
DDL എന്തിന്റെ മുകളിലാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്? എന്തിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? RDBMS സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ സ്കീമയെ ഡിഫൈൻ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. വൺസ് അഗെയിൻ DDL കമാൻഡ്സ് എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? RDBMSന്റെ സ്കീമ അല്ലെങ്കിൽ സ്ട്രക്ചർ ഡെഫിനിഷന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? DDL യൂസ് ചെയ്യുന്നത്. ഓക്കെ, DDL കമാൻഡ്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ്, modify and remove the database objects such as table, views, keys. Okay, database objectകളായ tables, views, keys ഇതിനൊക്കെ ക്രിയേറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, റിമൂവ് ചെയ്യുക. ഇത്രയും ഓപ്പറേഷനുള്ള കമാൻഡ്സ് ആയിരിക്കും അതിനകത്തുള്ളത്, DDLനകത്തുള്ളത്. വൺസ് അഗെയിൻ ഡാറ്റാബേസിൽ ധാരാളം ഒബ്ജക്റ്റുകളുണ്ട്. ടാബിൾ ഒബ്ജക്റ്റ്, വ്യൂ ഒബ്ജക്റ്റ്, കീ ഒബ്ജക്ട്സ്, ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റുകളാണ് ഡാറ്റാബേസിനകത്ത്. ഇത്തരം ഒബ്ജക്ട്സിന് ക്രിയേറ്റ് ചെയ്യാനും അതിനെ മോഡിഫൈ ചെയ്യാനും അതിനെ റിമൂവ് ചെയ്യാനും വേണ്ടി ചെയ്യുന്ന ധാരാളം കമാൻഡുകൾ ആയിരിക്കും ഇതിനകത്തുള്ളത് DDL എന്ന കോമ്പണൻസിനകത്തുള്ളത്. ഓക്കെ, എക്സാമ്പിൾ ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്. ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ് ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പുതിയ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ ആൾട്ടർ ചെയ്യാനും ഇത് റിമൂവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന കമാൻഡുകളാണ്. ഓക്കെ, ഇത്തരം കമാൻഡ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക, DDLനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ ഓക്കെ നെക്സ്റ്റ് DML ആണ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഓക്കെ, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് സം കമാൻഡ്സ് ഫോർ എഫിഷ്യന്റ് യൂസർ ഇന്ററാക്ഷൻ വിത്ത് ഡാറ്റാബേസ് സിസ്റ്റം. ഓക്കെ, ഡാറ്റാബേസ് സിസ്റ്റമായിട്ട് യൂസർക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള കമാൻഡ്സുകളായിരിക്കും ഇതിനകത്തുള്ളത് DML എന്നുള്ളത്. വൺസ് അഗെയിൻ ഡാറ്റാബേസിൽ ഡാറ്റയെ നമുക്ക് ഇന്ററാക്ട് ചെയ്യണം. ഓക്കെ, അത്തരത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ധാരാളം കമാൻഡ്സുകളായിരിക്കും ഇതിനകത്തുണ്ടായിരിക്കുക, ഒരു DML കമാൻഡ്സിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, DML കമാൻഡ്സ് ആർ യൂസ് ടു ഇൻസേർട്ട് ഡാറ്റ ഇൻ ടു ടേബിൾ. ഒരു ഇന്ററാക്ഷൻ ആണ്, ആവശ്യമുള്ള ഡാറ്റാബേസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, റീട്രൈവ് ഡാറ്റ. ഡാറ്റയെ ആവശ്യത്തിനനുസരിച്ച് റീട്രൈവ് ചെയ്യുക, തിരികെ എടുക്കുക. ഓക്കെ, അതുപോലെ മറ്റൊരാണ് ഡിലീറ്റ് ഡാറ്റ. ആവശ്യമില്ലാത്ത ഡാറ്റയെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അതിന് മോഡിഫൈ, ഉള്ള ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്തരം ഓപ്പറേഷൻസ് ഉള്ള കമാൻഡുകളായിരിക്കും ഇതിനകത്തുണ്ടായിരിക്കുക, DMLനകത്തുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ DMLനകത്ത് എന്താണ്? യൂസർക്ക് ഡാറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കമാൻഡ്സ് ആയിരിക്കും ഇതിനകത്തുണ്ടായിരിക്കുക, DMLനകത്തുള്ളത്. ഓക്കെ, എക്സാമ്പിൾ പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, ആവശ്യമുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യുക, ഉള്ള ഡാറ്റയെ മോഡിഫൈ ചെയ്യുക. ഇതൊക്കെ ഇതിനകത്ത് വരും DML കമാൻഡ്സിനകത്ത് വരുന്ന കമാൻഡുകളാണ്. ഓക്കെ, എക്സാമ്പിൾ ഇൻസേർട്ട്, സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഇതൊക്കെ ഡാറ്റാബേസ് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ DCL കമാൻഡ്. DCL മീൻസ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ആക്സസ് ടു ദി ഡാറ്റാബേസ് ഇൻ ദി ബേസ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ഡാറ്റാബേസ്. ഡാറ്റാബേസിനെ സെക്യൂരിറ്റിയെ ബേസ് ചെയ്തിട്ട് ഡാറ്റയെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ് പ്രൊവൈഡ് ചെയ്യാനും കൊടുത്ത പെർമിഷൻ തിരികെ എടുക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡുകളായിരിക്കും ഇതിനകത്ത് വരുന്നത്, DCLനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഡാറ്റാബേസ് ഡാറ്റ ആർക്കൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്ന പെർമിഷൻസ് നമുക്ക് നൽകാൻ കഴിയും. ഓക്കെ, ആ പെർമിഷൻ നൽകി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലാത്ത തോന്നിയാൽ ആ കൊടുത്ത പെർമിഷൻ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നതിനും കൊടുത്ത പെർമിഷൻ തിരികെ എടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആയിരിക്കും വരുന്നത് DCL കമാൻഡ്സിനകത്ത് വരുന്നത്. എക്സാമ്പിൾ ഗ്രാൻഡ്, റിവോക്ക്. ഈ രണ്ട് കമാൻഡ് ആയിരിക്കും മെയിനായിട്ട് അതിനകത്ത് വരുന്നത് DCL കമാൻഡ്സിനകത്ത് വരുന്നത്. ഓക്കെ, ഇത്രയാണ് കോമ്പണൻസ് ഓഫ് SQL വരുന്നത്. വൺസ് അഗെയിൻ കോമ്പണൻസ് ഓഫ് SQL. DDL, Data Definition Language, deal with the schema or structure definition of DBMS. RDBMSന്റെ സ്ട്രക്ചറിനെയോ അല്ലെങ്കിൽ സ്കീമയെയോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡുകൾ, അതാണ് DDLനകത്ത് വരുന്നത്. ഓക്കെ, DML ഡാറ്റാബേസ് യൂസറായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡുകളായിരിക്കും DMLനകത്ത് വരുന്നത്. DCL ഡാറ്റാബേസ് ആക്സസ് പ്രിവിലേജ് പ്രൊവൈഡ് ചെയ്യാനും കൊടുത്ത പ്രിവിലേജ് തിരിച്ചെടുക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡുകളായിരിക്കും എന്ത് വരുന്നത്? DCL കമാൻഡ്സിനകത്ത് വരുന്നത്. ഓക്കെ, ടോട്ടൽ SQL കമാൻഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമാൻഡ്സ് ഡിസ്ക്രിപ്ഷൻ.
ഓക്കെ, DDL, DML, DCL. ഓക്കെ, DDL എന്ന് വരുന്നത് ക്രിയേറ്റ് ടാബ് യൂസ് ചെയ്യുന്നത് ടു ക്രിയേറ്റ് എ ന്യൂ ടാബ്. നെക്സ്റ്റ് ക്രിയേറ്റ് വ്യൂ ടു ക്രിയേറ്റ് എ ന്യൂ വ്യൂ, പുതിയ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ആൾട്ടർ ടാബ് ടു മോഡിഫൈ ദി സ്ട്രക്ചർ ഓഫ് ടാബ്, ടാബിന്റെ സ്ട്രക്ചറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾട്ടർ ടാബ് കമാൻഡ് യൂസ് ചെയ്യുന്നു. ഡ്രോപ്പ് ടാബ് ടു റിമൂവ് എ ടാബ്, ആവശ്യമുള്ള ടാബിനെ ഡാറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് ടാബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കമാൻഡ്സ് അതിനകത്ത് വരുന്നുണ്ട്, DDLനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് DMLനകത്ത് വരുന്നത് ഇൻസേർട്ട് ഇൻ ടു, പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സെലക്ട് ഫ്രം, ഡാറ്റാബേസിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഡാറ്റ റീട്രൈവ് ചെയ്യാൻ വേണ്ടി, തിരികെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെലക്ട് ഫ്രം കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്ഡേറ്റ് കമാൻഡ്, മോഡിഫൈ ഡാറ്റ, ഡാറ്റാബേസിൽ കിടക്കുന്ന ഡാറ്റയെ മോഡിഫൈ ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യുന്ന കമാൻഡാണ് അപ്ഡേറ്റ് കമാൻഡ്. ഡിലീറ്റ് ഫ്രം, ഡാറ്റാബേസിൽ കിടക്കുന്ന ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യേണ്ടി വരും, ഇതിന് വേണ്ടി യൂസ് ചെയ്യണം ഡിലീറ്റ് ഫ്രം കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then DCLനകത്ത് വരുന്നത് ഗ്രാൻഡ് അലോ ആക്സസ് പ്രിവിലേജ് ടു ദി യൂസർ, യൂസർക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ പ്രൊവൈഡ് ചെയ്യും. ഗ്രാൻഡ്. ഓക്കെ, റിവോക്ക്, വിഡ്രോസ് ദി ആക്സസ് പ്രിവിലേജ്, കൊടുത്ത പെർമിഷൻ തിരികെ എടുക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം റിവോക്ക് എന്ന കമാൻഡ് യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് വരുന്ന SQL കോമ്പണൻസ് വരുന്ന സബ് കമാൻഡ്സ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ ക്ലാസിഫിക്കേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വർക്കിംഗ് വിത്ത് MySQL. MySQL ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. MySQL ഈസ് ഫ്രീ, ഫാസ്റ്റ്, ഈസി ടു യൂസ് RDBMS ആൻഡ് ആർ യൂസ്ഡ് മെനി ആപ്ലിക്കേഷൻ. ധാരാളം ആപ്ലിക്കേഷനിൽ വളരെ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, MySQL. ഓക്കെ, ഇറ്റ് ഈസ് റിലീസ്ഡ് അണ്ടർ ആൻ ഓപ്പൺ സോഴ്സ് ലൈസൻസ്, സോ ഇറ്റ് ഈസ് കസ്റ്റമൈസബിൾ. അതായത് ഓപ്പൺ സോഴ്സ് ലൈസൻസിലാണ് എന്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, റിലീസ് ചെയ്തിരിക്കുന്നത്, MySQL റിലീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ സെക്യൂരിറ്റി ആൻഡ് വൺ ഓഫ് ദി പോപ്പുലർ ലാംഗ്വേജ് ഫോർ വെബ് ഡെവലപ്മെന്റ്. ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല വെബ് ഡെവലപ്മെന്റിൽ ഏറ്റവും കോമൺ ആയിട്ട് പോപ്പുലറായി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ് എന്ത്, MySQL. ഓക്കെ, ഇറ്റ്സ് എ പോർട്ടബിൾ ആസ് ഇറ്റ് വർക്ക് ഓൺ മെനി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഇത് പോർട്ടബിൾ ടൈപ്പാണ്. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാം, MySQL വളരെ ഫ്രീ ആയി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് താഴെ ഡയഗ്രം തന്നിട്ടുണ്ട്. ആ ഡാറ്റാബേസിനെ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, യൂസർ ഇന്ററാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് മെയിനായിട്ട് രണ്ട് ഏരിയ ഉണ്ടായിരിക്കും, ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. ബാക്ക് എൻഡ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഡാറ്റാബേസ് ആയിരിക്കും. ഓക്കെ, ഈ ഡാറ്റാബേസിൽ ധാരാളം ഡാറ്റകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഡാറ്റയെ ആർക്ക് അവൈലബിൾ ആണ്, യൂസർക്ക് അവൈലബിൾ ആണ്. യൂസർക്ക് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റാബേസിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ യൂസർ ആരെ ഡിപ്പെൻഡ് ചെയ്യും, ഫ്രണ്ട് എൻഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഫ്രണ്ട് എൻഡ് എന്താണ്, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആയിരിക്കും. ഓക്കെ, അതായത് സിയോ, C++ഓ ജാവയോ VBയോ പോലുള്ള ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും എവിടെയുണ്ടായിരിക്കുക, ഫ്രണ്ട് എൻഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഫ്രണ്ട് എൻഡിലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആരായിട്ട് ഇന്ററാക്ട് ചെയ്യും, SQL കമാൻഡ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ഓക്കെ, SQL കമാൻഡ്സ് റിക്വസ്റ്റുകൾ എങ്ങോട്ട് സെൻഡ് ചെയ്യും, ഡാറ്റാബേസിലേക്ക് സെൻഡ് ചെയ്യും. ഡാറ്റാബേസിനത് മാനേജ് ചെയ്യും, ഡാറ്റ ഇത് റീട്രൈവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ മാനേജ് ചെയ്തിട്ട് അതിന്റെ തിരിച്ചയക്കും, യൂസർക്ക് തന്നെ തിരിച്ചയക്കും. ഏതുവഴി, ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി. ഓക്കെ, അപ്പൊ ബാക്ക് എൻഡ് എപ്പോഴും എന്തായിരിക്കും, ഡാറ്റാബേസ് ആയിരിക്കും. ഫ്രണ്ട് എൻഡ് എപ്പോഴും എന്തായിരിക്കും, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ലാംഗ്വേജ് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആയിരിക്കും. ഓക്കെ, അതുവഴിയാണ് ആര് ഇന്ററാക്ട് ചെയ്യുന്നത്, യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ കമാൻഡ്സും SQL ധാരാളം കമാൻഡ്സ് ഉണ്ട് നമുക്കറിയാം. ഇത്രയും കമാൻഡ്സ് മുഴുവൻ എവിടെയിരിക്കുന്നത്, SQL കമാൻഡ്സ് എന്ന ഏരിയ ഉണ്ടായിരിക്കും. ഈ കമാൻഡ്സ് ആണ് ഡാറ്റാബേസിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും ആവശ്യത്തിനനുസരിച്ച് ഡാറ്റ റീട്രൈവ് ചെയ്യാനും ഇത്തരം കമാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതിന്റെ ഹെൽപ്പോടുകൂടി, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെ ഹെൽപ്പോടുകൂടി. ഓക്കെ, ഇതാണ് ടോട്ടൽ ഇന്ററാക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു സെക്ഷൻ നമുക്ക് എങ്ങനെയാണോ MySQL ഓപ്പറേറ്റ് ചെയ്യുന്നത് അതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വി ആർ ഫോളോയിങ് ഉബുണ്ടു ലിനക്സ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഉബുണ്ടു ലിനക്സ് ആണ്. അതിലെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറെ സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 1 ഓപ്പണിംഗ് MySQL.
MySQL നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഉബുണ്ടു ലിനക്സിൽ ആപ്ലിക്കേഷൻ പോയി ആക്സസ് ചെയ്തെടുത്ത് ടെർമിനൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് വരും. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ പാസ്വേഡ് ഉണ്ടായിരിക്കും, പാസ്വേഡ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് SQL പ്രോംപ്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് ക്രിയേഷൻ ഡാറ്റാബേസ്. ഡാറ്റാബേസിന്റെ ക്രിയേഷൻ ആണ്. ഓക്കെ, ദി ഡാറ്റാബേസ് ഈസ് എ കണ്ടെയ്നർ ദാറ്റ് സ്റ്റോർ ദി ടാബിൾസ്. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ടാബിൾസ് വേണം. ടാബിൾസ് എവിടെ ക്രിയേറ്റ് ചെയ്യുക? ഡാറ്റാബേസിനകത്താണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഡാറ്റാബേസ് ഈസ് എ കണ്ടെയ്നർ ദാറ്റ് സ്റ്റോർ ടാബിൾസ്. ടാബിളിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഡാറ്റാബേസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് എന്ത് ക്രിയേറ്റ് ചെയ്യണം? പിന്നീട് ടാബിൾസ് ക്രിയേറ്റ് ചെയ്യണം. ഈ ടാബിളിനകത്തേക്ക് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇതാണ് ഓപ്പറേഷൻസ്. ഇനി ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു സ്പെഷ്യൽ കമാൻഡ് യൂസ് ചെയ്യാം. ടു ക്രിയേറ്റ് എ ന്യൂ ഡാറ്റാബേസ് വി യൂസ് കമാൻഡ് ക്രിയേറ്റ് ഡാറ്റാബേസ്. ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന കമാൻഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സിന്റാക്സ് നോക്കാം. ക്രിയേറ്റ് database, then database name, ഡാറ്റാബേസിന് നെയിം കൊടുക്കുന്നു, then സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, വൺസ് അഗെയിൻ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ ആവശ്യത്തിന് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യലാണ്. ഡാറ്റാബേസിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ടാബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ടാബിൾസിനകത്ത് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാം? നമുക്ക് ആവശ്യം ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കമാൻഡാണെന്ത്? ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന കമാൻഡ്. ഓക്കെ, അതിന് സിന്റാക്സ് എങ്ങനെ യൂസ് ചെയ്യും? ക്രിയേറ്റ് ഡാറ്റാബേസ് നെയിം. ഓക്കെ, അതാണ് സിന്റാക്സ്. ഇനി നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. എക്സാമ്പിളിലൂടെ എങ്ങനെ നോക്കാം? എക്സാമ്പിൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡാണെന്ത്? ക്രിയേറ്റ് ഡാറ്റാബേസ്. അപ്പോൾ ക്രിയേറ്റ് ഡാറ്റാബേസ്. പിന്നെ നമുക്ക് വേണ്ട ഡാറ്റാബേസിന്റെ നെയിമാണ്. നമ്മൾ ഡാറ്റാബേസ് ഉണ്ടാക്കി സ്കൂൾ, ദെൻ സെമിക്കോളൻ. ഓക്കെ, ദെൻ എൻറ്റർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഡാറ്റാബേസിന്റെ നെയിം എന്തായിരിക്കും? സ്കൂൾ എന്നായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് ഓപ്പണിംഗ് ഡാറ്റാബേസ് ആണ്. അപ്പോൾ ഡാറ്റാബേസ് ഉണ്ടാക്കി ഇനി ആ ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നതിനകത്ത്? ടാബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഡാറ്റാബേസ് ഉണ്ടാക്കി ഇനി ആ ഡാറ്റാബേസിനെ ഓപ്പൺ ചെയ്യും. ഓക്കെ, ടു പെർഫോം ദി ഓപ്പറേഷൻ വി മസ്റ്റ് ഓപ്പൺ ദി എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് യൂസിങ് ദി കമാൻഡ് യൂസ്. ഓക്കെ, യൂസ് എന്ന കമാൻഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഡാറ്റാബേസ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇനി ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യുന്ന സിന്റാക്സ് ആണ് യൂസ് ഡാറ്റാബേസ് നെയിം സെമിക്കോളൻ. യൂസ് എന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഡാറ്റാബേസിനെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ കൊടുക്കാം. യൂസ് നമ്മൾ ഉണ്ടാക്കിയ ഡാറ്റാബേസ് സ്കൂൾ എന്നാണ്. ഓക്കെ, അപ്പോൾ സ്കൂൾ എന്ന് കൊടുക്കും, ദെൻ സെമിക്കോളൻ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് സ്കൂൾ എന്ന ഡാറ്റാബേസ് നമ്മുടെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഡാറ്റാബേസ് നമുക്ക് ഇഷ്ടമുള്ള ടാബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിന് മുന്നേ മറ്റൊരു കമാൻഡ് ഉണ്ട്, ഷോ ഡാറ്റാബേസസ് കമാൻഡ്. ഈ കമാൻഡ് യൂസ് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റത്തിലെ എല്ലാ ഡാറ്റാബേസിനെയും ഡിസ്പ്ലേ ചെയ്യും. ഇപ്പം നമ്മൾ സ്കൂൾ എന്ന ഡാറ്റാബേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ വേറെയും ധാരാളം സ്റ്റുഡൻസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആരൊക്കെയോ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തോ അവരൊക്കെ ഉണ്ടാക്കിയ ഡാറ്റാബേസ് നെയിംസ് കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോ ഡാറ്റാബേസസ്. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ ഡാറ്റാബേസിന്റെ പേരുകളെയും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഷോ ഡാറ്റാബേസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം? ഷോ ഡാറ്റാബേസ് എന്ന കമാൻഡ് കൊടുത്ത് സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നുള്ള കംപ്ലീറ്റ് ഡാറ്റാബേസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് SQL ഡാറ്റ ടൈപ്സ് ആണ്. എന്താണ് SQL ഡാറ്റ ടൈപ്പ് എന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇതിനു മുന്നേ നമ്മൾ രണ്ട് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞു, C++ ലാംഗ്വേജ് ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജ്. ആ രണ്ട് ലാംഗ്വേജ് പഠിച്ചപ്പോഴും അതിൻ്റെ ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അതുപോലെ
മറ്റൊരു പുതിയ ലാംഗ്വേജ് ആണ് എന്ത്? SQL. അപ്പോൾ തീർച്ചയായിട്ടും ഈ SQL എന്തൊക്കെയുണ്ടായിരിക്കും? അതിന് അതിൻ്റെതായ കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. ദി ഡാറ്റ ടൈപ്പ് ഡിഫൈൻസ് ദി ടൈപ്പ് ഓഫ് വാല്യൂ ദാറ്റ് മേ ബി എൻറ്റേർഡ് ഇൻ ദി കോളം ഓഫ് എ ടേബിൾ. ഓക്കെ, ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ടാബിൾ ആയിരിക്കും, ടാബിളുകളുടെ കളക്ഷൻ ആയിരിക്കും. ഓക്കെ, ഒരു ടാബിൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടായിരിക്കും കോളംസും റോസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ കോളത്തിലേക്കും നമ്മൾ ഏത് ടൈപ്പ് ഡാറ്റയാണോ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി ഡിഫൈൻ ചെയ്യണം. അങ്ങനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് നമുക്ക് SQL യൂസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നെയിം എന്നൊരു കോളം, ഒരു ടാബിളിൽ നെയിം എന്നൊരു കോളം ഉണ്ട്. ഓക്കെ, ഈ നെയിം എന്ന കോളത്തിലേക്ക് നമ്മൾ സ്റ്റുഡൻസിന്റെ നെയിംസ് ആണ് എൻ്റർ ചെയ്യുന്നത്. സ്റ്റുഡൻസിന്റെ നെയിംസ് കംപ്ലീറ്റ് ഏത് ടൈപ്പ് ആയിരിക്കും? ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അതായത് ക്യാരക്ടർ ടൈപ്പ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സെയിം ആസ് ഏജ് എന്നൊരു കോളം ഉണ്ട്. ഏജ് എന്ന കോളത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ന്യൂമറിക് വാല്യൂസ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ന്യൂമറിക് ടൈപ്പ് നമുക്ക് വേറെ സെപ്പറേറ്റ് വേണം. ഓക്കെ, അപ്പോൾ ഓരോ കോളത്തിലേക്കും ഏത് ടൈപ്പ് വാല്യൂ ആണോ നമ്മൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം? ഓരോ കോളത്തിന്റെയും ഡാറ്റ ടൈപ്പ് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് SQL-നകത്ത് എന്തുണ്ടായിരിക്കും? അതിന് അതിൻ്റെതായ ഡാറ്റ ടൈപ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, മാത്രമല്ല ഇറ്റ് എൻഷുർ ദി കറക്റ്റ്നെസ് ഓഫ് ഡാറ്റ. അത് എന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്? എൻ്റർ ചെയ്യുന്ന ടൈപ്പിൽ ഡാറ്റ കറക്റ്റ് ആണോ എന്നുകൂടി ഉറപ്പ് വരുത്തുന്നുണ്ട്. കാരണം ഏജ് എന്ന കോളത്തിലേക്ക് ന്യൂമറിക് വാല്യൂസ് മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, നെയിം എന്ന കോളത്തിലേക്ക് ക്യാറ്റ് ടൈപ്പ് മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് എന്താവശ്യമാണ്? SQL-ലും ഡാറ്റ ടൈപ്സ് ആവശ്യമാണ്. ഓക്കെ, ഇനി MySQL നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ഏതാണ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, MySQL ഡാറ്റ ടൈപ്പ് നമുക്ക് മെയിൻ ആയിട്ട് 3 കാറ്റഗറൈസേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, സെക്കൻഡ് വൺ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ്, തേർഡ് വൺ ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇത് എല്ലാത്തിനും അതിന് സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ന്യൂമറിക് ഡാറ്റ ടൈപ്പിൽ കംപ്ലീറ്റ് എന്തായിരിക്കും? ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഇന്റ് ഓർ ഇന്റിജർ. ഈ രണ്ട് കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് DEC ഓർ ഡെസിമൽ, രണ്ട് ക്ലാസിഫിക്കേഷൻ. സെയിം ആസ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിൽ char ഓർ ക്യാരക്ടർ എന്ന ഡാറ്റ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് varchar എന്ന ഡാറ്റ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് ഡേറ്റ് ആൻഡ് ടൈമാണ്. ഡേറ്റ് ആൻഡ് ടൈമിൽ നമ്മൾ ഡേറ്റ് ടൈപ്പ് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ടൈം ടൈപ്പും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് MySQL വരുന്ന ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്. ഫസ്റ്റ് വൺ ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, സെക്കൻഡ് വൺ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ്, തേർഡ് വൺ ഡേറ്റ് ആൻഡ് ടൈം ഫോർ ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഇനി ഓരോന്നോരോന്ന് 1 by 1 ആയി നോക്കാം. ന്യൂമറിക്കിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ നോക്കാം. ഓക്കെ, എന്താണ് ന്യൂമറിക് ഡാറ്റ ടൈപ്പ്? ഇൻ ദിസ് ടൈപ്പ് ക്യാൻ സപ്പോർട്ട് ഓൾ ന്യൂമറിക് വാല്യൂസ്. നമുക്കറിയാം ന്യൂമറിക് ഡാറ്റ ടൈപ്പിൽ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അതിന്റെ ഫസ്റ്റ് വൺ ആണ് ഇന്റിജർ അല്ലെങ്കിൽ ഇന്റ് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ്. ഓക്കെ, അതിൽ ഇന്റിജർ അല്ലെങ്കിൽ ഇന്റ് എന്താന്ന് നോക്കാം. ക്യാൻ സപ്പോർട്ട് ഓൾ ന്യൂമറിക് വാല്യൂസ് വിത്തൗട്ട് ഫ്രാക്ഷൻ പാർട്ട്. ഫ്രാക്ഷൻ പാർട്ട് ഇല്ലാണ്ട് എല്ലാ ന്യൂമറിക് വാല്യൂസിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത്? ഇന്റിജർ അല്ലെങ്കിൽ ഇന്റ് ടൈപ്പ്. ഓക്കെ, അതിനകത്ത് എന്താവാം? ആ വാല്യൂസ് നെഗറ്റീവ് ആവാം ഓർ പോസിറ്റീവ് ആവാം. ഓക്കെ, ഇതാണ് ഇന്റിജർ ടൈപ്പിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി അതിന്റെ സിന്റാക്സ് എങ്ങനെയാണ് ഇന്റിജർ ടൈപ്പ് നമ്മൾ ഒരു കോളത്തിന് സ്പെസിഫൈ ചെയ്യുന്നത്? ഓക്കെ, സിന്റാക്സ് എങ്ങനെയാണ്? കോളം നെയിം, കോളത്തിന്റെ പേര്, നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ്, അതായത് ഇന്റ് അല്ലെങ്കിൽ ഇന്റിജർ എന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിൾ അറിയാം. രജിസ്റ്റർ നമ്പർ എന്നൊരു കോളം നമുക്ക് വേണം. ഓക്കെ, ആ കോളത്തിന്റെ ടൈപ്പ് എന്തായിരിക്കണം? ഇന്റിജർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? കോളം നെയിമാണ് രജിസ്റ്റർ നമ്പർ. ഡാറ്റ ടൈപ്പ് എന്ത് യൂസ് ചെയ്തു? ഇന്റിജർ യൂസ് ചെയ്തു. അപ്പോൾ ആ ഒരു ടാബിളിൽ രജിസ്റ്റർ നമ്പർ എന്നൊരു കോളം ഉണ്ടാകും. ആ കോളത്തിന്റെ ടൈപ്പ് എന്തായിരിക്കും? ഇന്റിജർ ടൈപ്പ് ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കോളംസ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് DEC അല്ലെങ്കിൽ ഡെസിമൽ. നമുക്കറിയാം ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ പോയിന്റ് സംതിങ് ഉള്ളതാണ്.
ഓക്കെ, ഇറ്റ് ക്യാൻ സപ്പോർട്ട് നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷണൽ പാർട്ടിലെ ഏത് നമ്പേഴ്സിനെയും ആര് സപ്പോർട്ട് ചെയ്യും? ഡെസിമൽ നമ്പർ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് യൂസ് ചെയ്യുന്ന കീവേഡ് എന്താ? DEC യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡെസിമൽ എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അതിന്റെ സിന്റാക്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു? സിന്റാക്സ് കോളം നെയിം, ഏത് കോളത്തിനാണോ ഡെസിമൽ നമ്പർ ടൈപ്പ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോളത്തിന്റെ പേര് ഫസ്റ്റ് കൊടുക്കുക. നമുക്ക് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. പിന്നെ ബ്രാക്കറ്റിൽ സൈസ് കോമ സ്കെയിൽ എന്ന രണ്ട് പാരാമീറ്റർ കൂടി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി അതിനകത്ത് സൈസ് എന്താണ്, സ്കെയിൽ എന്താണെന്ന് നോക്കണം. ഓക്കെ, സൈസ് indicates the total number of digits in the value contains including decimal part. ഓക്കെ, അതായത് ആ ഒരു ഇതിലേക്ക് കൊടുക്കുന്ന ഡിജിറ്റ്സിന്റെ എണ്ണം എന്തായിരിക്കണം? ഈ സൈസ് ആയിരിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ്, അതാണ് സൈസ് ഇൻക്ലൂഡിംഗ് ഡെസിമൽ പോയിന്റ്. ഓക്കെ, അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു വാല്യൂ ഇങ്ങനൊരു വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അങ്ങനെ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതിൽ ടോട്ടൽ ഡിജിറ്റ്സ് എത്രയുണ്ടാക്കാം? ഇതിൽ ടോട്ടൽ ഡിജിറ്റ്സ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 ഇൻക്ലൂഡിംഗ് ഡെസിമൽ പോയിന്റ്. അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? സൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൺസ് അഗെയിൻ, ഇത്തരത്തിലൊരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് എത്ര ഡിജിറ്റ്സ് ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്യും. ആ കൗണ്ട് ചെയ്തതിന്റെ എണ്ണമായിരിക്കണം എന്ത്? സൈസ്. അതായത് 1 2 3 4 5 6 ടോട്ടൽ ഡിജിറ്റ്സ് ആണ് ആര് സപ്പോർട്ട് ചെയ്യേണ്ടത്? സൈസ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്കെയിൽ. സ്കെയിൽ ഉദ്ദേശിക്കുന്നത് ഇൻഡിക്കേറ്റ്സ് ദി നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ്. ഇവിടെ ഡെസിമൽ പോയിന്റ് ശേഷം എത്ര ഉണ്ട്? 2 ഡിജിറ്റ്സ്. അതാണ് ആര് ഉദ്ദേശിക്കുന്നത്? സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സൈസ് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിംഗ് ഡെസിമൽ പോയിന്റ്. അതിൽ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്, എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ട്, അതിന്റെ എണ്ണമാണ് എവിടെ കൊടുക്കേണ്ടത്? സൈസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെസിമൽ ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ട്, അതാണ് ആര് ഉദ്ദേശിക്കുന്നത്? സ്കെയിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമുക്ക് ഒരു കോളം ക്രിയേറ്റ് ചെയ്യണം, സാലറി എന്ന കോളം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഡെസിമൽ ആണ്. അപ്പൊ DEC ബ്രാക്കറ്റിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് സൈസ് ആണ്. ഓക്കെ, മുകളിൽ പറഞ്ഞ സൈസ് തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ടോട്ടൽ എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ട്? 1 2 3 4 5 6. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 6 കൊടുത്തു. കോമ, ഇനി കൊടുക്കേണ്ടത് സ്കെയിലാണ്. ഓക്കെ, സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെസിമൽ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? അപ്പൊ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ഉണ്ട്. കോമ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു കോളം ക്രിയേറ്റ് ചെയ്തു. സാലറി എന്ന കോളം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സാലറി എന്ന കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് ഡെസിമൽ ആണ്. ഓക്കെ, ഈ ഡെസിമൽ 6,2. 6 എന്ന് ഉദ്ദേശിക്കുന്ന സൈസ്. ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻക്ലൂഡിംഗ് ഡെസിമൽ പോയിന്റ്, അതായത് 1 2 3 4 5 6. ഓക്കെ, 6 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ തിരിച്ച് നമുക്ക് 6 എന്ന് കൊടുക്കും. ഓക്കെ, ദെൻ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ്. അപ്പോൾ കോമ 2 എന്ന് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇത് ഡെസിമലിന് ശേഷം 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്താക്കണം? 3 എന്ന് പ്രൊവൈഡ് ചെയ്യണം. മതിയോ? പോരാ. ടോട്ടൽ ഡിജിറ്റ്സ് എത്രയായി? 7 ആണ്. അപ്പൊ 7,3 എന്ന രീതി നമ്മൾ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്തോളൂ. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഡെസിമലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണ്. സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിൽ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്യാർ ഉണ്ട്, വേർ ക്യാർ ഉണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിനെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ നമ്മൾ 2 കീവേഡ് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ക്യാർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാരക്ടർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ സിംബൽസ് എക്സെട്ര. ലെറ്റേഴ്സോ ഡിജിറ്റ്സോ സ്പെഷ്യൽ സിംബൽസ് ഒക്കെ അത് സപ്പോർട്ട് ചെയ്യും. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിക്സഡ് ലെങ്ത് ഓഫ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ഇതിന്റെ പ്രത്യേകത ഇതാണ്, ഫിക്സഡ് ലെങ്ത് ഓഫ് ക്യാരക്ടർ ആണ്. ഒരു സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈസ് കംപ്ലീറ്റ് അത് യൂസ് ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത, ഫിക്സഡ് ലെങ്ത് ഓഫ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി അതിന്റെ സിന്റാക്സ് എങ്ങനെ വരും നോക്കാം.
സിനാക്സ് ഇങ്ങനെ വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കോളത്തിന്റെ പേര് കൊടുക്കുന്ന ദെൻ ക്യാർ അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റിൽ എക്സ്, അതായത് സിൻടാക്സ്. ഓക്കെ, ഇനി എക്സ് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. എക്സ് ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ ദി ഡാറ്റ. ആ ഡാറ്റയിൽ മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കാം എന്നാണ് ആര് ഉദ്ദേശിക്കുന്നത്? എക്സ് ഉദ്ദേശിക്കുന്നത്, അതായത് സൈസ്. ഓക്കെ, ദി വാല്യൂ ഓഫ് എക്സ് ക്യാൻ ബി ബിറ്റ്വീൻ 0 and 255. ഓക്കെ, ഈ എക്സിലേക്ക് കൊടുക്കുന്ന വാല്യൂ എന്താവാം? 0 മുതൽ 255 ഡിജിറ്റ്സ് ആവാം. ഓക്കെ, അത്രയും ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റേഞ്ച് ഉണ്ട് 0 to 255. ഓക്കെ, ദി ഡിഫാൾട്ട് സൈസ്, നമ്മൾ സൈസ് ഒന്നും എക്സിന്റെ വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ സൈസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിന്റെ ഡിഫാൾട്ട് സൈസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഏത് കേസിൽ? സൈസ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സൈസ് ഏതാണ്? 0 മുതൽ 255 വരെ ഡിജിറ്റ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഒന്നും കൊടുത്തില്ലെങ്കിൽ ഡിഫാൾട്ട് ആയിട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദി നമ്പർ ഓഫ് ദി ക്യാരക്ടർ ഇൻ ദി ഡാറ്റ ഈസ് ലെസ് ദാൻ ദിസ് ഡിക്ലെയർഡ് സൈസ് ഓഫ് ദി കോളം, ദി റിമൈനിങ് ക്യാരക്ടർ പൊസിഷൻ in the string will be filled with the white space. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് if the number of characters in the data, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ കൊടുത്ത സൈസിനേക്കാൾ കുറവാണെങ്കിൽ, അതായത് നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ കൊടുത്ത സൈസിനേക്കാൾ കുറവാണെങ്കിൽ റിമൈനിങ് പോർഷൻസ് എന്തായിരിക്കും? വൈറ്റ് സ്പേസ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. മനസ്സിലാക്കി, നമ്മളൊരു സൈസ് ഡിക്ലെയർ ചെയ്തു, 10 എന്നൊരു സൈസ് കൊടുത്തു വിചാരിച്ചോളൂ. ഓക്കെ, 10 എന്ന സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് എൻ്റർ ചെയ്ത ഡാറ്റ 5 ഉള്ളൂ. 5 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ള 5 ലൊക്കേഷൻസ് എന്തുകൊണ്ട് ഫില്ല് ചെയ്യും? വൈറ്റ് സ്പേസ് കൊണ്ട് ഫില്ല് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം, അതിനെ ഡിസ്കസ് ചെയ്ത് നോക്കാം. Suppose we need to store the data Sachin into the name column. നെയിം എന്ന കോളത്തിലേക്ക് നമുക്ക് സച്ചിൻ എന്ന ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സിൻടാക്സ് അറിയാം. കോളം നെയിം കൊടുത്തു, ക്യാർ ഓഫ് എക്സ് കൊടുത്തു. എക്സ് ഉദ്ദേശിക്കുന്ന സൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെയിം എന്ന കോളം, ഇവിടെ സച്ചിൻ എന്ന പേര് സ്റ്റോർ ചെയ്യാൻ ഒരു കോളം വേണം. അപ്പോൾ അതിന്റെ പേരാണെന്ത്? നെയിം. അപ്പോൾ നെയിം എന്ന കോളം. നെക്സ്റ്റ് ക്യാർ ഓഫ് 10 ഉദ്ദേശിക്കുന്നത് എക്സിന്റെ വാല്യൂ, അതായത് സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റേണൽ ആയിട്ട് നമ്മൾ ഒരു ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ഈ ലൊക്കേഷനിലേക്ക് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നത്? സച്ചിൻ എന്ന് സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, സച്ചിൻ എന്ന് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 10 ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 ലൊക്കേഷൻസ് ഉണ്ട്, അതായത് സ്പേസസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെടും. ബട്ട് അതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? സച്ചിൻ എന്നാണ്. ഓക്കെ, സച്ചിന് കൊടുക്കുമ്പോൾ സച്ചിന് വരുന്ന ക്യാരക്ടേഴ്സ് എത്രയാണ്? 1 2 3 4 5 6 ക്യാരക്ടേഴ്സിനുള്ള എൻട്രി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഏരിയ ഫ്രീ ആണ്. ആ ഫ്രീ ഉള്ള ഏരിയയിൽ എന്ത് ലൊക്കേറ്റ് ചെയ്യപ്പെടും? വൈറ്റ് സ്പേസ് ലൊക്കേറ്റ് ചെയ്യപ്പെടും. വൈറ്റ് സ്പേസ് ലൊക്കേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. അതായത് സെറ്റ് ചെയ്ത സൈസ് 10. ഓക്കെ, എൻട്രി ചെയ്ത ഡാറ്റ 6, ബാലൻസ് ഏരിയ ഫ്രീ വിത്ത് വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസ് വെച്ചിട്ട് ഫില്ല് ചെയ്യും. അതാണ് എന്തിന്റെ പ്രത്യേകത? ക്യാർ ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി വേർക്യാർ ഡാറ്റ ടൈപ്പ് നോക്കാം. ഇറ്റ് ഇസ് എ വാരിയബിൾ ലെങ്ത് ഓഫ് സ്ട്രിംഗ്. നമ്മൾ പറഞ്ഞത് ഫിക്സഡ് ലെങ്ത് ഓഫ് സ്ട്രിംഗ് ആണ്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഫിക്സഡ് ലെങ്ത് ഓഫ് സ്ട്രിംഗ് ആണ്. വേർക്യാർ എന്താണ്? വാരിയബിൾ ലെങ്ത് ഓഫ് സ്ട്രിംഗ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് സിമിലർ ടു ക്യാർ ഡാറ്റ ടൈപ്പിനെ പോലെ തന്നെയാണ്. ബട്ട് ദി സ്പേസ്, ഇവിടെയാണ് പോയിന്റ് വരുന്നത്. ബട്ട് ദി സ്പേസ് അലോക്കേറ്റഡ് ഫോർ ദി ഡാറ്റ ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദി ആക്ച്വൽ സൈസ് ഓഫ് ദി സ്ട്രിംഗ്. ഓക്കെ, ഒരുപാട് സൈസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അത് എത്ര സ്പേസ് അലോക്കേറ്റ് ചെയ്യപ്പെടുള്ളൂ, എടുക്കുള്ളൂ? എത്രയാണോ നമ്മൾ എൻ്റർ ചെയ്തത് അത്രയും സൈസ് അത് യൂസ് ചെയ്യുള്ളൂ. അതാണ് എന്തിന്റെ പ്രത്യേകത? വാരിയബിൾ ലെങ്ത് ഓഫ് സ്ട്രിംഗിന്റെ പ്രത്യേകത. വൺസ് അഗെയിൻ നമ്മൾ വലിയൊരു സൈസിൽ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ബട്ട് എൻ്റർ ചെയ്ത ഡാറ്റ ചെറുതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ സ്പെസിഫിക്കേഷൻ?
എൻട്രി ചെയ്ത ഡാറ്റ എത്രയേ ഉള്ളൂ അത്രയേ സ്പേസ് എടുക്കുള്ളൂ. ബാക്കിയുള്ള സ്പേസ് എന്താവും? ഫ്രീ ആക്കി വിടും. മുകളിൽ പറഞ്ഞത് വൈറ്റ് സ്പേസ് ഫില്ല് ചെയ്യും. ഇവിടെ എന്തില്ല? വൈറ്റ് സ്പേസ് ഒന്നും ഫില്ല് ചെയ്യില്ല. അത് ഫ്രീ ആക്കിയിട്ട് വിട്ടുകളയും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത, വേർ കെയറിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? വാരിയബിൾ ലെങ്ത് ഓഫ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് സൈസും ഉണ്ട്. ഓക്കെ, സൈസ് നമുക്ക് എത്ര കൊടുക്കാം? 0 മുതൽ 65,535 വരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാൻ സാധിക്കും. വലിയ ലെങ്ത് ആണ്. ഓക്കെ, ഇനി മോൾ പറഞ്ഞ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. സപ്പോസ് വി നീഡ് ടു സ്റ്റോർ ദി ഡാറ്റ സച്ചിൻ ഇൻ ടു ദി നെയിം കോളം. നെയിം എന്ന കോളത്തിലേക്ക് സച്ചിൻ ഡാറ്റ സ്റ്റോർ ചെയ്യണം, മുകളിൽ പറഞ്ഞ പോലെ. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, മുകളിൽ യൂസ് ചെയ്തത് ക്യാർ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാർ ക്യാർ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കോളം നെയിം var char of x. X means size. Okay, അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു നെയിം var char of 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഏരിയ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തു? സച്ചിൻ എന്ന് കൊടുത്തു. ഓക്കെ, സച്ചിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ var char യൂസ് ചെയ്യുന്നതുകൊണ്ട് ബാലൻസ് വരുന്ന ലൊക്കേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യപ്പെടും. മുകളിൽ നമ്മൾ വൈറ്റ് സ്പേസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ എന്തില്ല? വൈറ്റ് സ്പേസ് ഇൻക്ലൂഡ് ചെയ്യില്ല. എന്ത് നോക്കിയുമ്പോൾ ഓട്ടോമാറ്റിക് അത് റിമൂവ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ സൈസ് 10 ഉണ്ട്, ബട്ട് നമ്മൾ കൊടുത്തത് 6 ആണ്. ഓക്കെ, അപ്പോൾ 6 ലൊക്കേഷൻ മാത്രമേ ആര് യൂസ് ചെയ്യുള്ളൂ? var char യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മെമ്മറി മിസ്സിംഗ് ഇല്ല. മെമ്മറി മിസ്സിംഗ് ഇല്ല. ഓക്കെ, ഈ കേസിൽ എന്തുണ്ട്? 4 ലൊക്കേഷൻസ് മെമ്മറി വൈറ്റ് സ്പേസ് ആയിട്ട് മിസ് ചെയ്യും. ഓക്കെ, ഇവിടെ എന്തില്ല? മിസ്സിംഗ് ഒന്നുമില്ല. എത്ര ക്യാരക്ടേഴ്സ് ആണോ എൻ്റർ ചെയ്യപ്പെടുന്നത് അത്രയും ക്യാരക്ടേഴ്സ് സ്പേസ് ആര് യൂസ് ചെയ്യുള്ളൂ? var char യൂസ് ചെയ്യുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത, var charന്റെ പ്രത്യേകത. ഓക്കെ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ char ആൻഡ് var char ഡാറ്റ ടൈപ്പ്. char ഡാറ്റ ടൈപ്പും var char ഡാറ്റ ടൈപ്പ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. char ഡാറ്റ ടൈപ്പ് ഫിക്സ്ഡ് ലെങ്ത് ഓഫ് സ്ട്രിംഗ് ആണ്. അതായത് എത്രയാണ് നമ്മൾ സൈസ് ഡിക്ലെയർ ചെയ്തത് അത്രയും സൈസ് അത് കൺസ്യൂം ചെയ്യും. ഓക്കെ, var charനകത്ത് വാരിയബിൾ ലെങ്ത് ഓഫ് സ്ട്രിംഗ് ആണ്. എത്ര ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും എത്ര ഡാറ്റയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്, ഇൻപുട്ട് ചെയ്ത ഡാറ്റ മാത്രമേ അത് കൺസ്യൂം ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് വാരിയബിൾ ലെങ്ത് ഓഫ് സ്ട്രിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് char മേ ബി വേസ്റ്റേജ് മെമ്മറി. വേസ്റ്റേജ് മെമ്മറി വരാൻ സാധ്യതയുണ്ട്. ഏത് യൂസ് ചെയ്യുകയാണെങ്കിൽ? ക്യാരക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ. var char യൂസ് ചെയ്യുകയാണെങ്കിലോ നോ ചാൻസ് ഓഫ് മെമ്മറി വേസ്റ്റേജ്. മെമ്മറി വേസ്റ്റേജ് എന്ന പ്രശ്നം വരുന്നില്ല. ഓക്കെ, താഴെ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. char ഡാറ്റ ടൈപ്പിൽ ആൻഡ് var char ഡാറ്റ ടൈപ്പിൽ നെയിം എന്ന കോളം ഉണ്ടാക്കിയിട്ടുണ്ട്. നെയിം എന്ന കോളം char ടൈപ്പിലും നെയിം എന്ന കോളം var char ടൈപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, രണ്ടിന്റെ സൈസ് 10 ആണ്. ഓക്കെ, char എന്ന ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ സച്ചിൻ എന്ന് സ്റ്റോർ ചെയ്തു വിചാരിച്ചോളൂ അതിനകത്തേക്ക്. ഓക്കെ, അപ്പൊ സച്ചിൻ എന്ന് സ്റ്റോർ ചെയ്ത് ബാലൻസ് ഏരിയ വൈറ്റ് സ്പേസ് ഫില്ല് ചെയ്ത് മെമ്മറി ചുമ്മാ വേസ്റ്റ് ആക്കും. ഓക്കെ, 10 ലൊക്കേഷൻസ് ഉണ്ട്, പക്ഷെ സ്റ്റോർ ചെയ്ത് എത്രയാ? 6 ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്തുള്ളൂ. ബാക്കിയുള്ള 4 ലൊക്കേഷൻസ് വൈറ്റ് സ്പേസ് ഫില്ല് ചെയ്ത് വേസ്റ്റ് ചെയ്ത് കളയും. ഓക്കെ, ആ സെയിം var char യൂസ് ചെയ്യുകയാണെങ്കിലോ 10 ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ സ്റ്റോർ ചെയ്ത് എത്ര ലൊക്കേഷനൊക്കെയാണ്? 6 ലൊക്കേഷനുള്ളൂ. ആ 6 ലൊക്കേഷൻ ആര് യൂസ് ചെയ്യുള്ളൂ? var char ടൈപ്പ് യൂസ് ചെയ്യുള്ളൂ. ബാലൻസ് വേസ്റ്റ് വരില്ല. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഡാറ്റ ടൈപ്പാണ് ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഈസ് യൂസ്ഫുൾ ഫോർ സ്റ്റോറിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ്. ഡേറ്റ് ഡാറ്റ ടൈപ്പിനെയും അതുപോലെ ടൈം ഡാറ്റ ടൈപ്പിനെയും സ്റ്റോർ ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ രണ്ട് ടൈപ്പ് ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡേറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ഡേറ്റ്സ്. MySQL represents the format YYYMMDD. ഓക്കെ, ഇയർ, മന്ത്, ഡേറ്റ് എന്ന ഫോർമാറ്റ് ആണ് ആര് ഫോളോ ചെയ്യുന്നത്? MySQL ഡേറ്റ് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാം? ഡേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇയർ, മന്ത്, ഡേറ്റ്. ഓർ ഹൈഫൻ യൂസ് ചെയ്യുന്ന സ്ലാഷ് യൂസ് ചെയ്യാം. ഗ്യാപ്പ് ഒന്നുമില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇയർ, മന്ത്, ഡേറ്റ് ആയിട്ട്
സിസ്റ്റം തന്നെ കൺവേർട്ട് ചെയ്തോളൂ. ഓക്കെ. ലാസ്റ്റ് വൺ ടൈം ആണ്. ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ടൈം. ദി ടൈം സ്റ്റാൻഡേർഡ് ഈസ് അവർ, മിനിറ്റ്, സെക്കൻഡ്. ഓക്കെ. ഈ രീതിയിലാണ് ടൈമിനെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ.